ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ടൈപ്പിലുള്ള ഡ്രസ്സ് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതിന്, അതേപോലെ ലെഗിൻസും, ഈ രണ്ടിനും നമുക്ക് ഇലാസ്റ്റിക് വലിഞ്ഞു പോയാൽ അത് കറക്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അതിനുള്ള വീഡിയോ ആണിത്. സാധാരണ ഇലാസ്റ്റിക് ടൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവും കൂടി ഈ വീഡിയോയിലുണ്ട്. ഇതിൻ്റെ വലിയ സൈസിലും ലെഗിൻസിലും എല്ലാം ഇതേപോലെ തന്നെയാണ് ഇലാസ്റ്റിക് ടൈറ്റ് ആക്കുന്നത്. ഈ അളവൊന്ന് നോക്കി, ഇത് 15 അരയുണ്ട്. ഇവിടെ ശരിക്കും വേണ്ടത് 11.5 മതി. അപ്പോൾ എത്ര അധികം ഉണ്ടെന്ന് നോക്കിയേ. ഈ ഒരു വശത്ത് മാത്രം 4.5 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ ബാക്കിലും കൂടി ആകുമ്പം ഏകദേശം 9 ഇഞ്ചോളം ലൂസ് കൂടിയിരിക്കുകയാണ്. നമുക്കിത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം. ഇതാ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി പോയിരിക്കുന്ന ഈ സ്റ്റിച്ച്, അത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇളകി വരും ഇത്. ഇതുപോലുള്ളത് ഡാമേജ് ആവുന്നത് നിറം അധികം പോകത്തൊന്നുമില്ല, പെട്ടെന്ന് പിന്നി പോകത്തുമില്ല. പക്ഷേ ഈ ഇലാസ്റ്റിക് പോകുന്നതും സ്റ്റിച്ച് വിട്ടു പോകുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് കത്രയും കൊണ്ടും കൂടി ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കി വിട്ടു കൊടുക്കുമ്പോൾ ഈസി ആയിട്ടിങ്ങ് പോരും. ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരുപാട് പഴക്കമൊന്നും ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ ഇതാ ഇതുപോലെ വലിച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇളക്കിങ്ങെടുത്താൽ മതി. പല രീതിയിലാണ് ഇതിൽ സ്റ്റിച്ച് ഇട്ടേക്കുന്നത്. ചിലത് നമ്മളിങ്ങനെ വലിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ എലാസ്റ്റിക് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറും. ഇനി അങ്ങനെ മാറിയില്ല, ഇതിൽ കാണിക്കുന്ന പോലെ ആണെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഇങ്ങനെ മാറിക്കോളും. ഈ കാണുന്ന പോലെ ഇങ്ങനെ ഇളകി വരും. പിന്നെ നമ്മൾ ഈ മുകളിലൊരു കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് പോകാവൂ. ഒരുപാട് കട്ട് ചെയ്താൽ നമുക്ക് ഇറക്കം കുറഞ്ഞു പോകും. കുറച്ച് കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതിയെന്നല്ല, ചുറ്റാകെ കട്ട് ചെയ്യണം. അത് കുഞ്ഞ് വീതിയിൽ, ഒരു 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് എത്രയാണ് ഇലാസ്റ്റിക് ഇതിൽ വേണ്ടതെന്ന് ആ ഇടുന്ന ആളിൻ്റെ ആ വയറിൻ്റെ ഭാഗത്ത് എവിടെ വെച്ചാണോ ഇടുന്നത് ആ ഭാഗത്തുള്ള റൗണ്ട് നമ്മളിങ്ങനെ എടുക്കണം. ടേപ്പിൽ എടുത്തിട്ട് അതിൽ നിന്ന് അളവ് 3 ഇഞ്ച് കുറച്ചാണ് നമ്മളിതിന് ഇലാസ്റ്റിക് എടുക്കുന്നത്. ഇനി പല ഇലാസ്റ്റിക്കിനും പല ടൈറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ 3 ഇഞ്ച് എന്നുള്ളത് 2 ഇഞ്ച് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ടോട്ടൽ റൗണ്ടിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കണം. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അറ്റം നമുക്ക് കുറച്ചൊന്ന് മടക്കി തയ്ക്കണം. ഈ മടക്കിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പഞ്ഞിയും പൊടിയൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് പുതിയ ഇലാസ്റ്റിക് ഇട്ട് വയ്ക്കാം. ചില കൊച്ചുങ്ങൾക്ക് അതിരുന്ന് ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാക്കും. ഈ ടൈപ്പ് തുണിയിൽ നമുക്ക് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെയ്യുന്നൊരു പരിഹാരവും കൂടി ഇതിൽ കാണിക്കാം. ആദ്യം നമ്മളിങ്ങനെ അറ്റം മടക്കി 4 ഇഞ്ച് സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മടക്കി ഇങ്ങനെ സ്റ്റിച്ചിട്ട് വരുമ്പം സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴത്തില്ല, വലിയ വലിയ സ്റ്റിച്ചായിട്ട് വീഴും. എല്ലാ മെഷീനിലും ഇങ്ങനെ വരത്തില്ല, ചില മെഷീനുകളിൽ മാത്രം. നമ്മുടെ വീട്ടിൽ സാധാരണ പേപ്പർ, നോട്ട്ബുക്കിലെ ആയാലും മതി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി, നമ്മൾ തയ്ക്കുന്നതിന് തൊട്ട് മുകളിൽ വെച്ച് തയ്ച്ചാൽ മതി. ആ സ്റ്റിച്ച് ഒരു കുഴപ്പമില്ലാതെ തയ്ക്കാൻ പറ്റും. ഈ ടൈപ്പ് മെറ്റീരിയൽ മാത്രമല്ല, നമ്മുടെ ബനിയൻ ടൈപ്പ് ഇല്ലേ, ബനിയൻ ടൈപ്പ് വേഴ്സസ് നൈറ്റിയൊക്കെ ഉണ്ടല്ലേ, അതിലൊക്കെ നമ്മൾ ഇറക്കം കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പേപ്പർ വെച്ച് മാത്രമേ ചില മെഷീനിൽ, എല്ലാ മെഷീനിലും ഇല്ല. അതിനുശേഷം പേപ്പർ ഇതുപോലെ പിടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഇളകിപ്പോരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇലാസ്റ്റിക് കറക്റ്റായിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഇത് ഏത് ഡ്രസ്സായാലും എടുക്കുന്ന രീതി ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ ലെഗിൻസിൻ്റെ ഇലാസ്റ്റിക് ടൈറ്റ് ആക്കാനാണെങ്കിലും, നമ്മുടെ മുതിർന്നവരുടെ ആണുങ്ങളുടെ പാൻറ്റ് ഇതേപോലത്തേത് ടൈറ്റ് ആക്കാനാണെങ്കിലും, കുട്ടികളുടേതാണെങ്കിൽ പോലും നമുക്ക് ഇടുപ്പ്, ഈ ഡ്രസ്സ് ഇടുന്ന ആ സ്ഥലം, ചിലർ പൊക്കിൾ ലെവലായിരിക്കും, അതിന് മുകളിലായിരിക്കും, അതിന് താഴെയായിരിക്കും, ആ ഭാഗത്തുള്ള ചുറ്റളവ് എത്രയെന്ന് എടുത്തിട്ട് അതിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കാം. ഇവിടുത്തെ അളവ് 26 ഇഞ്ചാണ്. വയറിന് ചുറ്റും എടുത്തത് 26. അതിൽ നിന്ന് 3 കുറയ്ക്കുമ്പം 23 നമുക്ക് വേണ്ടത്. 23 എടുത്തിട്ട് ഇലാസ്റ്റിക് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങറ്റം ഇങ്ങറ്റം കാണാൻ വേണ്ടിയിട്ടാണ് മടക്കി വെച്ചത്. അപ്പോൾ 11.5. അതിൻ്റെ ഫുൾ എടുക്കുമ്പോൾ 23 ഉണ്ട്. കൂടുതൽ ടൈറ്റുള്ള ടൈപ്പ് ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് 3 ഇഞ്ച് കുറയ്ക്കേണ്ട 2 ഇഞ്ച് കുറച്ചാൽ മതി. ഇനി ഇത് നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നല്ലപോലെ ടൈറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആണ് നമുക്ക് വലിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഇത് വിട്ടു പോകരുത്. ഇതിലിനി 4 തുല്യ ഭാഗങ്ങളായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തൊരു മാർക്കിങ് കൊടുക്കാം. ഇപ്പോൾ 2 തുല്യ ഭാഗങ്ങളായി. ഇനി ഇതിനെ വീണ്ടും ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ മടക്കി ഈ 2 വശവും കൂടി മാർക്ക് ചെയ്യുമ്പം 4 തുല്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത്. ഇതിൽ മാർക്ക് ചെയ്യുന്നതിന് പകരം 4 വശത്തും ജോയിൻ്റ് ഉണ്ട്. 4 തുല്യ ഭാഗങ്ങളായിട്ട് ഇവിടെ 4 ജോയിൻ്റ് ഉണ്ട്.
അപ്പോൾ നമുക്ക് അത് കണക്കാക്കി അങ്ങ് ജോയിൻ ചെയ്താൽ മതി. തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി 4 ജോയിൻ്റ് ഉണ്ടല്ലേ, അതിലേതെങ്കിലും ഒരു ജോയിൻറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു വശം എടുത്തത് ഇങ്ങനെ വയ്ക്കണം. വയ്ക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ പുറത്തോട്ട് വിട്ട് വേണം വയ്ക്കാൻ. ഇതുപോലെ 4 പോയിൻറ്റിൽ നമുക്ക് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം. ഇതൊരു അധികപ്പണിയൊന്നുമല്ല, നമുക്ക് കറക്റ്റായിട്ട് ഇലാസ്റ്റിക് കിട്ടാനുള്ള ഒരു നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു വശം കൂടുതൽ ഒരു വശം കുറവ്, ലാസ്റ്റ് എല്ലാം കൂടെ അധികം വരെ അങ്ങനെയൊക്കെ ചെയ്തു പോകും. രണ്ട് വശം ജോയിൻ ചെയ്ത് ഇനി മറ്റ് 2 സൈഡും കൂടെ ജോയിൻ ചെയ്യാം. ഇതുപോലെ 4 വശവും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. എവിടെയും കൂടുതലും കുറവും ഒന്നും വരില്ല. ഇനി പട്ടയുടെ സൈഡിൽ കൂടി തയ്ക്കാം. ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് വീണാലും കുഴപ്പമൊന്നുമില്ല. ഇതാ നമുക്ക് ഇതേപോലെ വലിച്ച് പിടിച്ച് തയ്ക്കണം. അത് വിട്ടു പോകരുത്. ഇലാസ്റ്റിക് മാക്സിമം വലിച്ച് പിടിച്ച് തന്നെ തയ്ക്കണം. ഇതുപോലെ നമുക്ക് ഒരു റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ച് തീർക്കാം. ഇനി ഒരു ലൈനും കൂടി നമുക്ക് തയ്ക്കാം. ഒരു ലൈനും കൂടി അല്ല, ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി നമുക്ക് 3 ലൈനും 4 ലൈനും ഒക്കെ തയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഏകദേശം സെൻറ്ററിലായിട്ട് ഒരു ലൈനും കൂടിയാണ് തയ്ക്കുന്നത്. സൂചി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവന്ന് തയ്ക്കാം. എത്ര ലൈൻ തയ്ച്ചാലും പ്രശ്നമില്ല, ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചതേ തയ്ക്കാവൂ. ഇപ്പോൾ ഇവിടെ ഒരു വശത്ത് ഇലാസ്റ്റിക്കിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് അപ്പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് എല്ലാത്തിലും വയ്ക്കാം. ലെഗിൻസിലാണെങ്കിലും വലിയവരുടെ പാൻറ്റിലും കുട്ടികളുടെ പാൻറ്റിലും എല്ലാം വയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ ടൈറ്റ് ആവുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് 3 ഇഞ്ച് കുറയ്ക്കേണ്ട, 2 ഇഞ്ച് കുറച്ചാൽ മതി. പുതിയ ഇലാസ്റ്റിക് വയ്ക്കുന്നതിന് മുമ്പ് 15 വരെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 11 വരെയായി. ഇതേപോലെ നമുക്ക് കറക്റ്റാക്കി എടുക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.